ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ടെക്നിക്കൽ കണ്ടൻ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, നമുക്കിന്ന് എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ റാം ഈസി ആയിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡെല്ലിൻ്റെ ഇൻസ്പ്രോൺ സീരീസിൽ വരുന്ന 3501 എന്ന് പറയുന്നൊരു മോഡലിലെ ലാപ്ടോപ്പാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബാക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസ്പ്രോണിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇൻസ്പ്രോൺ സീരീസിൽ വരുന്ന 3501 എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. സോ ഈ ലാപ്ടോപ്പിൻ്റെ റാമാണ് നമ്മളിപ്പം ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നത് ഒരു 4 GB റാമാണ്. നമ്മളൊരു 8 GB റാം സ്റ്റിക്കും കൂടെയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന EVM എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ റാം സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ലാപ്പിലേക്ക് ഇടാനായിട്ട് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ സ്പെക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് മെമ്മറി എന്ന് പറയുന്നത് 4 GB ആണ്. അതുപോലെ തന്നെ i3 11th Gen പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ടാസ്ക് മാനേജറിൽ നോക്കുവാണെങ്കിൽ ആ 4 GB തന്നെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. 4 GB പോരാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ 8 GB റാമും കൂടെ ഇട്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ലാപ്പാണിത്. നമുക്ക് ആദ്യം തന്നെ ലാപ്പ് ഒന്ന് ഓഫ് ചെയ്യാം. സോ നമുക്കിനി ഇതിൻ്റെ ബാക്ക് പാനൽ മൊത്തം അഴിച്ചെടുക്കണം. അതിന് ഞാനിപ്പം ഇവിടുത്തെ സ്ക്രൂ എല്ലാം ഒന്ന് അഴിക്കുവാണ്. സ്ക്രൂ എല്ലാം അഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ബാക്ക് പാനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഞാനിപ്പോൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും, ഇതിൻ്റെ ആ ഒരു കൂളിംഗ് ഫാൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ ബാറ്ററി കാണാം. അതിൻ്റെ ഒപ്പം തന്നെ കുറേ കമ്പോണൻസും പിന്നെ ഒരു റാം സ്റ്റിക്കും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഒരു സ്ലോട്ട് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് DDR4 എന്ന് പറയുന്നൊരു ടൈപ്പ് റാമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് വർക്കും ചെയ്യുന്നതിന് മുന്നേയും നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഡിസ്കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി എന്ത് വർക്കാണെങ്കിലും ഈ ലാപ്പിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആദ്യം തന്നെ ഇതിൻ്റെ മേളിൽ കൊടുത്തിരിക്കുന്ന ഈ കവറിങ് ഒന്ന് മാറ്റിയിട്ട് നമുക്കതിൻ്റെ ബാറ്ററി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഈ ബാറ്ററി കണക്ടറിൻ്റെ മേളിൽ വരുന്ന ലേബൽ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്വീസേഴ്സ് ഉപയോഗിച്ച് ആ ബാറ്ററിയുടെ കണക്ടർ ഒന്ന് ബാക്കിലേക്ക് പയ്യെ റിമൂവ് ചെയ്തെടുക്കാം. സോ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കണക്ടറിന് ഡാമേജ് ഒന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഡാമേജ് വരാതെ വേണം ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട്. സോ ഇനി ബാറ്ററിയും അതേപോലെ തന്നെ അഡാപ്റ്ററിൻ്റെയും പവർ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഓരോ കമ്പോണൻസ് ആയിട്ട് റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനും. സോ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതിൽ കിടക്കുന്ന ആ ഒരു റാം എടുത്ത് നോക്കുവാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇത് 4 GB റാമാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 3200 MHz വർക്ക് ചെയ്യുന്നൊരു റാമാണ് ഇതിൻ്റെ അകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ EVM എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു 8 GB വരുന്ന റാം സ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ റാം സ്റ്റിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇത് 1 ഇയർ വാറൻറ്റിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ റാമിന് ഏകദേശം 1500 റുപ്പീസാണ് ഇതിപ്പോൾ ഓൺലൈനിൽ റേറ്റ് വരുന്നത്. സോ ഞാനിപ്പോൾ ഈ റാം ഇവിടെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, അതായത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ റാം വരുന്നത്. അതായത് DDR4 റാമാണ് നമ്മൾ ഈ ലാപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഈ 8 GB റാം, അതായത് DDR4 8 GB റാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ലോട്ട് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. അതായത് വേക്കൻ്റ് ആയിട്ട് ഒരു സ്ലോട്ട് കിടപ്പുണ്ട്. ആ സ്ലോട്ടിൻ്റെ അകത്ത് ഈ റാം ജസ്റ്റ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്യുക. അലൈൻ ചെയ്തതിന് ശേഷം താഴത്തേക്കൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ അത് അവിടെ ആ സ്ലോട്ടിൽ ഫിറ്റായിട്ടിരുന്നോളും. സോ ഇപ്പം അത് ആ സ്ലോട്ടിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റായിട്ടിരുന്നിട്ടുണ്ട്. സോ നമ്മുടെ റാം അപ്ഡേറ്റിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് എന്തായാലും നമുക്ക് ഈ ലാപ്പ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. അതായത് ഇതിൻ്റെ ഫാൻ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. സോ ഗൈസ്, ഞാനിപ്പോൾ ഇതിൻ്റെ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫാനൊക്കെ ഞാൻ പക്കയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കണക്ടർ നമ്മൾ എടുത്ത പോലെ തന്നെ തിരിച്ച് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ വെച്ചിട്ട് നമുക്കിതിൻ്റെ കണക്ടർ ഒന്ന് കണക്ട് ചെയ്തിട്ട് ആ മേളിലത്തെ ലേബലും കൂടെ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്യാം നമുക്ക് ലാപ്ടോപ്പ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം. നമ്മൾ റാം അപ്ഗ്രേഡ് ചെയ്തത് എങ്ങനെയുണ്ട്, വർക്കാകുന്നുണ്ടോ, നമ്മുടെ റാം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. സോ ഇപ്പം ഞാൻ ഈ കണക്ടർ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്വീസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല കെയർഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ കണക്ടർ തിരിച്ച് കണക്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇതിൻ്റെ കണക്ടർ തിരിച്ച് കണക്ട് ചെയ്തു. ആ ലേബലും അതേപോലെ തന്നെ നമുക്ക് തിരിച്ചൊന്ന് ഒട്ടിച്ച് വെക്കാം. സോ അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ബാക്ക് പാനലൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. സോ അതിന് മുന്നേ നിങ്ങൾക്കിപ്പം കാണാം, ലാപ്പെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫാൻ വൃത്തിയാക്കിയിട്ടുണ്ട്.
സോ ഇനി ഇതിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു ബാക്ക് പാനൽ അല്ലെങ്കിൽ ആ ഒരു ബാക്ക് കവറും കൂടെ ഒന്ന് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 1 TB ഹാർഡ് ഡിസ്ക്കും അതേപോലെ തന്നെ ഒരു 250 GB വരുന്ന SSD ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ SSDയുടെ അകത്താണ് OS വരുന്നത്. സോ ഇതാണ് നമ്മുടെ ബാക്ക് പാനൽ. നമുക്ക് ബാക്ക് പാനൽ നമ്മൾ എടുത്തതുപോലെ തന്നെ തിരിച്ചൊന്ന് അടയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത ആ സ്ക്രൂ ഒന്ന് ഇട്ട് കൊടുക്കാം. സോ ഞാനിപ്പം ബാക്ക് പാനൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിനി നമ്മുടെ ലാപ്പ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ലാപ്പ് ബൂട്ട് ആയിക്കൊണ്ടിരിക്കുവാണ്. സോ നമുക്ക് ഡെല്ലിൻ്റെ ലോഗോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് സിസ്റ്റം എമൗണ്ട് ഓഫ് മെമ്മറി ഹാസ് ബീൻ ചേഞ്ച്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ റാം അപ്ഗ്രേഡ് ചെയ്ത കാരണം നമ്മുടെ സിസ്റ്റത്തിലുണ്ടായിരുന്ന മെമ്മറി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മെമ്മറിയുടെ വാല്യൂവിന് ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ ഇവിടെ 12 GB റാം കാണിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മുടെ കൺസപ്ഷൻ ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം നമുക്ക് ടാസ്ക് മാനേജറിൽ കാണാൻ സാധിക്കും നമ്മുടെ സിസ്റ്റം എമൗണ്ട് ഓഫ് മെമ്മറി ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഇപ്പം 12 GB റാം സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടാസ്ക് മാനേജറിൻ്റെ അകത്ത് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് അധികം സിസ്റ്റം മെമ്മറി ഇപ്പം യൂസ് ചെയ്യുന്നില്ല. അതായത് 7.3 GB യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും നേരത്തെ അത്രയും ലോഡ് വരുന്നില്ല, കാരണം നമുക്ക് 12 GB റാം ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു പകുതി എമൗണ്ട് അല്ലെങ്കിൽ പകുതിയിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് ഓഫ് മെമ്മറി മാത്രമേ ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യും. അപ്പോൾ ഗൈസ് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെയൊക്കെ റാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇപ്പം എൻ്റെ ലാപ്പിൽ കുറച്ച് അപ്ഗ്രേഡ്, ബയോസ് അപ്ഗ്രേഡ് ഉൾപ്പെടെ കുറച്ച് അപ്ഡേറ്റുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ അപ്ഡേറ്റ് എല്ലാം ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലത്തെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.